കാസർഗോഡ് മാങ്ങാട് 14-കാരനെ കാണാനില്ല. മാങ്ങാട് സ്വദേശി അബ്ദുൾ റഹ്മാൻ സർഫീന ദമ്പതികളുടെ മകൻ അബ്ദുൾ ബാസിത്തിനെയാണ് കാണാതായത്. ഒരു പ്രതികരണമുണ്ട്, അത് കേട്ടിട്ട് അരുൺ പാറയ്ക്കലിലേക്ക്. ഇന്നലെ രാവിലെ സ്കൂളിൽ പോകുന്ന റെഡിയായിട്ട് പോയതാണ്. യൂണിഫോം ഇട്ട് പോയത്. ബസ്സിൽ കയറിയിട്ട് യൂണിഫോം ചേഞ്ച് ആക്കിയിട്ട് കാഞ്ഞങ്ങാടേക്ക് മാങ്ങാട് സ്കൂളായിരുന്നു. പക്ഷെ കാഞ്ഞങ്ങാടേക്കാണ് ഇറങ്ങിയത്. കാഞ്ഞങ്ങാട് നിന്ന് ഇപ്പോൾ CCTV ദൃശ്യങ്ങളിൽ ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്തായിരുന്നു, എവിടെ എത്തി, എങ്ങനെ എത്തി എന്നുള്ള ഒന്നുമില്ല. ഇന്നലെ രാവിലെ 9 മണിക്ക് പോയതായിരുന്നു. പക്ഷേ രാത്രിയായിട്ടും തിരിച്ചു വരാത്തതുകൊണ്ടാണ് ഞങ്ങൾ അന്വേഷണം തുടങ്ങിയത്. വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ ഒന്നുമില്ല. സാധാരണ സ്കൂളിൽ പോകുന്നത്. പിന്നെ രാത്രി 9 മണിക്ക് അവൻ തിരിച്ചെത്തും. മദ്രസും സ്കൂളും കഴിഞ്ഞിട്ട് തിരിച്ചെത്തുന്ന കുട്ടിയാണ്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായുണ്ട്. അരുൺ സ്കൂളിലേക്ക് പോയതാണ് സാധാരണ രീതിയിൽ, രാത്രിയായിട്ടും തിരിച്ചെത്തിയിട്ടില്ല. അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു പരാതിയിലേക്കും അന്വേഷണത്തിലേക്കും പോയത് എന്നത് കുടുംബമാണെന്ന് തോന്നുന്നു പറയുന്നു. അപ്പോൾ എന്താണ് അതിൽ പോലീസിന്റെ തുടർ നടപടി? CCTV ദൃശ്യങ്ങളൊക്കെ എന്തെങ്കിലും പരിശോധിക്കാൻ ലഭിക്കുന്നുണ്ടോ? അനുജ, ഇന്നലെ രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ആ സമയത്ത് അസ്വാഭാവികമായി രക്ഷിതാക്കൾക്ക് ഒന്നും തന്നെ തോന്നിയിട്ടില്ല. സാധാരണഗതിയിൽ ഇങ്ങനെ 9 മണിക്ക് പോയതിന് ശേഷം ഈ വീട്ടിൽ സ്കൂൾ വിട്ടതിന് ശേഷം മദ്രസയിലൊക്കെ പോയി വൈകിട്ട് വീട്ടിലേക്ക് എത്തുമെന്നാണ് ഈ ബന്ധുക്കളെല്ലാവരും തന്നെ പറയുന്നത്. ഇന്നലെ രാവിലെ 9 മണിക്ക് ബസ് കയറിപ്പോയി തുടർന്ന് കാഞ്ഞങ്ങാടേക്ക് കുട്ടി എത്തിയതായ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ CCTV ദൃശ്യങ്ങൾ ലഭിച്ചില്ല എന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയുടെ ബന്ധുക്കൾ CCTV ദൃശ്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിലൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും ഇന്നലെ രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാങ്ങാട് സ്വദേശികളായ അബ്ദുൾ റഹ്മാൻ സർഫീന ദമ്പതികളുടെ മകനാണ്. കുട്ടി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വീട്ടിലോ സ്കൂളിലോ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് ബന്ധുക്കൾ സ്ഥിരീകരിക്കുന്നുണ്ട്. പോലീസും അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. കുട്ടിയുടെ കൈവശം മൊബൈൽ ഫോൺ ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലെ CCTVകളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്നും ഇപ്പോൾ മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷനുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഇതുവരെയും കുട്ടി എവിടെ പോയി, എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് ഒരു സ്ഥിരീകരണവും പോലീസ്. സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ഇതേക്കുറിച്ച് അറിയാമോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് അവരോടൊക്കെ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ അധ്യാപകർ അവരൊക്കെ എന്താണ് പറയുന്നത്? അനുജ, അധ്യാപകരും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് കുട്ടി സ്കൂളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിനിടയിൽ ഒരു സ്ഥിരീകരിച്ച് വിവരം ലഭിച്ചത് കുട്ടി ബസ്സിൽ കയറിയതിനു ശേഷം യൂണിഫോം ചേഞ്ച് ചെയ്ത് മറ്റൊരു ഡ്രസ്സിട്ട് പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. ആ വിവരം മാത്രമാണ് പോലീസിനും ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അത് കേന്ദ്രീകരിച്ചാണ് പോലീസ് നിലവിൽ അന്വേഷണം നടത്തുന്നത്. കുട്ടി എങ്ങോട്ട് പോയി, എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ, കുട്ടിക്ക് മറ്റെന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ച് വരികയാണ്. പക്ഷേ ഇതുവരെയും സ്ഥിരീകരിക്കുന്ന മറ്റൊരു വിവരവും പോലീസിൽ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസുകാരും പറയുന്നത്. ഇന്ന് രാവിലെയും മേൽപ്പറമ്പ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ഇനി ഏതെങ്കിലും കാരണവശാൽ കാസർഗോഡ് ഭാഗത്തേക്ക് കുട്ടി എത്തിയിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് അവിടെയുള്ള ഉദ്യോഗസ്ഥരും പരിശോധനയ്ക്കായി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ CCTV ദൃശ്യങ്ങൾ ഇതുവരെയും ലഭിച്ചില്ല എന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിക്കായുള്ള അന്വേഷണം ഊർജിതമായി തന്നെ നടത്തുകയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന അബ്ദുൾ ബാസിദ് എന്ന 14-കാരനെയാണ്. കാസർഗോഡ് മാങ്ങാട് സ്വദേശിയാണ്. ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് പോയതാണ്. പക്ഷേ സ്കൂളിൽ എത്തിയിട്ടില്ല. മറ്റൊരു വാഹനത്തിൽ കയറി യൂണിഫോം മാറി ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് എങ്ങോട്ടേക്കാണ് പോയത് എന്നത് അറിയില്ല. പോലീസിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനുകളൊക്കെ കേന്ദ്രീകരിച്ച് പ്രധാനമായും അന്വേഷിക്കുന്നുണ്ട് എന്നതാണ് അരുൺ പാറയ്ക്കൽ നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.